ഓയ് മൊബൈലും കത്തിക്കൊണ്ടിരിക്കാതെ ഇങ്ങോട്ടൊന്ന് നോക്ക. നീ ഇതോടെ പോയി സാരി കൊടുത്തോണ്ട്? അയ്യോ, അത് അടുത്ത മാസം 15-ാം തീയതി ക്ലബിലെ പരിപാടിയാ. അതിന് ഞാനൊന്ന് ഉടുത്ത് നോക്കിയതാ സാരിയൊക്കെ. ഷേർലിയും ഭർത്താവും ഒക്കെ ബ്രേക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒരു ക്ലാസിക് ഡാൻസ് കളിക്കണം. ക്ലാസിക്കൽ ഡാൻസോ? ഈ പ്രായത്തിലോ? ഏജ് ജസ്റ്റ് നമ്പർ ചേട്ടാ. തച്ചേ പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന്. ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പോൾ ഈ നട്ടലിന് ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂവിലോട്ട് ഇട്ടേക്കുമല്ലയോ? ഈ ഡാൻസ് കളിച്ചതിനെ ഇളകി താഴെ ഞാൻ അവരുടെ വാരി എടുത്തുകൊണ്ട് ആശുപത്രി പോകണ്ടായോ? വേണ്ടേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എല്ലാ സ്ത്രീകളുടെയും കൂട്ടി എന്നെ കൂട്ടിലിട്ട് അടയ്ക്കാൻ നോക്കണ്ട. എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ പറക്കും. പിന്നെ ഈ വർഷത്തെ ക്ലബിലെ കലാതിലകം ഞാനായിരിക്കണം. അതുകൊണ്ട് ക്ലാസിക് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മാഷിനെ ഇവിടെ വരുത്തണം. എനിക്ക് പഠിക്കണം. പഠിച്ചേ പറ്റൂ. മാഷിനെ ഇനി എവിടെ നിന്ന് കിട്ടും? മാഷിനെ കിട്ടാൻ എന്തോ പാട്? ഒരുപാടും ഇല്ലല്ലോ. അപ്പൊ വേഗം മാഷിനെ ഒപ്പിച്ചോണ്ട് പോവാം. എടി നീ എന്തുവാടി പറയുന്നത്? വേണ്ട, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ക്ലബിലെ ഇത്തവണത്തെ പരിപാടിക്ക് നിങ്ങളുടെ അമ്മ കളിക്കുന്ന അതേ ഡാൻസ് കളിച്ച് നാട്ടുകാരെ ഞാനാ നല്ലതെന്ന് പറയിപ്പിക്കണം എനിക്ക്. അത് മാത്രമല്ല, എനിക്ക് ഈ വട്ടം കലാതിലകമായേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ വട്ടത്തെ ക്ലബിലെ പരിപാടിക്ക് അമ്മ ചെയ്യുന്നതിന്റെ കൂട്ട് എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അമ്മ ചെയ്ത അതേ സബ്ജക്റ്റ് എടുത്ത് നീ മോണോക്ക് എടുത്ത് നിന്റെ മോണയ്ക്ക് കുത്തുകൊണ്ട് ഓർമ്മയുണ്ടോ നിനക്ക്? എടി അത് മാത്രമല്ല, നീയും അമ്മയും തമ്മിലുള്ള പ്രശ്നം ക്ലബിലുള്ള എല്ലാവർക്കും അറിയാം. ഇത് നിങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് വെറുതെ എന്തിനാ അവരെ കൊണ്ട് ചിരിപ്പിക്കുന്നത്? അതൊക്കെ പണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഡാൻസ് കളിച്ചാൽ പറ്റൂ. അതുകൊണ്ട് കുറഞ്ഞതൊരു പ്രഭുദേവ ലെവലിലുള്ള മാഷിനെങ്കിലും എനിക്ക് ഡാൻസ് കളിക്കാൻ വേണം. പ്രഭുദേവ ബ്രേക്ക് ഡാൻസ് അല്ലയോ കളിക്കുന്നേ? പ്രഭുദേവയ്ക്ക് ക്ലാസിക്കൽ ഡാൻസ് കളിച്ചാൽ ഒക്കത്തില്ലയോ? ഞാൻ പറഞ്ഞു, നീ അങ്ങോട്ട് കേക്ക്. നീ ശിവനാമം കളിക്കേ. അമ്മ ദും 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 കളിക്കട്ടെ. എനിക്ക് ശിവദം കളിച്ചാൽ മതി. അമ്മ കളിക്കുന്ന അതേ ഡാൻസ് എനിക്ക് കളിക്കണം. എടി നീ വരലക്ഷ്മി കോലം വരയുന്ന നേരം കളിക്കടി. അത് നിങ്ങൾ അങ്ങോട്ട് ഇരുന്ന് കളിക്കുക. എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് അമ്മ കളിക്കുന്ന അതേ ഡാൻസ് തന്നെ വേണം, അതേ സ്റ്റെപ്പ് തന്നെ വേണം. ആൾക്കാർ നന്നായെന്ന് പറയണം. എനിക്ക് കലാതിലകം ആവുകയും വേണം. ഒരുപാട് സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയാണ് ഞാൻ. എന്നൊരു കാര്യം ചെയ്ത് കലാമണ്ഡലത്തിൽ പോയി പഠിക്കുക 2 വർഷം. അതിനുള്ള ക്ഷമ എനിക്കില്ല. നിനക്ക് ഡാൻസ് മാഷിനെ പോരെ? ഞാൻ റെഡിയാക്കി തരാം കേട്ടോ. അയ്യോ, പാടാന്നേ. പറഞ്ഞു കേട്ടല്ലോ മാഷിനെ വിളിക്കുന്ന കാര്യം. അച്ഛാ, അയ്യേ കലാതിലകം വന്ന് എണ്ണിച്ചു പോയേ. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. മാഷ് ക്ലാസിക്കൽ ഡാൻസ് പൈസ ഒരു പോക്കറ്റിൽ നെല്ലി വെച്ചാ പോകുന്നത്. ഒരു മാഷ് പോരെ? മതി. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നൃത്തം പഠിക്കാമെന്നാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ആദ്യം നമുക്ക് നൃത്തം എന്താണെന്ന് മനസ്സിലാക്കാം. എന്താണ് നൃത്തം? മതി. നൃത്തം കളിച്ചു കാണിക്കാനല്ല പറഞ്ഞത്. എന്താണ് നൃത്തം എന്ന് പറയാനാ പറഞ്ഞത്. ഡാൻസ്. അയ്യോ അതല്ല. എന്താണ് നൃത്തത്തിന്റെ അർത്ഥം? കണ്ണെത്തുന്നിടത്ത് മനസ്സും, മനസ്സെത്തുന്നിടത്ത് കയ്യും, കയ്യെത്തുന്നിടത്ത് കാലും. അതാവണം നൃത്തം. കാലും കയ്യും എത്തുന്നിടത്തൊന്നും നീ മാറിയെന്ന് നിനക്ക് കൊള്ളാം. എടോ, നിറിൽ തുടങ്ങി തമ്മിൽ അവസാനിക്കുന്ന താളമാണ് നൃത്തം. മനസ്സിലായോ? നൃത്തം നൃത്തം നൃത്തം. എന്തോ മനുഷ്യനെ കളിക്കേ? കലാതിലകം ആകട്ടതാ. നൃത്തം നൃത്തം മതി. അപ്പൊ അടുത്തത് നമ്മൾ നൃത്തത്തിൽ എന്താ പഠിക്കേണ്ടതെന്ന് അറിയാമോ? മുദ്ര ഞവര കുഴങ്ങൊന്നല്ല. പറ. മുദ്ര. അപ്പൊ ഇതെന്താണെന്ന് പറ. കൈപ്പത്തി. കൈപ്പത്തി ചിഹ്നം അല്ല. അത് കാൽപ്പത്തിയാ. അയ്യോ, കൈപ്പത്തി കാൽപ്പത്തി ഒന്നും അല്ല. ഇതെന്താണെന്ന് ശരിക്കും നോക്കിയിട്ടെന്ന് പറഞ്ഞേ. അയ്യോ, ഹൈഫൈ അല്ല. ഇതാണ് പതാക. ഏത് രാജ്യത്തിന്റെ പതാകയാ സാറേ? ഇത് രാജ്യത്തിന്റെ പതാകയല്ല, ഇതാണ് പതാക മുദ്ര. അപ്പം ഒരു മുദ്ര പഠിച്ചല്ലോ, പതാക. അപ്പൊ ഇതെന്താ? വൃത്തിയായിട്ടാ കുടുംബത്തിൽ വൃത്തി കാണിക്കുന്ന ഒറ്റ പിള്ളേരുടെ വീട്ടിൽ നിന്ന് നീ കാണിക്കുന്നേ. അയ്യോ, ഇതും മുദ്രയാണ്. ഇതാണ് തൃപ്പതാക. അപ്പൊ ഇതെന്താ? അത് യേശുക്രിസ്തു. അയ്യോ, യേശുക്രിസ്തു അല്ല, ഇതാണ് അർത്ഥപതാക. അപ്പൊ നമുക്ക് മുദ്രകൾ വിടാം. അപ്പൊ നൃത്തത്തില് എങ്ങനെയാ തൊഴുന്നതെന്ന് എല്ലാവർക്കും അറിയാമോ?
അയ്യോ ഇങ്ങനല്ല, ഞാനേ കാണിച്ചു തരാവേ, അതുപോലെ നോക്കി ചെയ്യണം. നിങ്ങൾ പൊക്കണ്ട, ഇത് ഞാൻ മുണ്ട് മടക്കി കുത്തിയത് എൻ്റെ എളുപ്പത്തിന് വേണ്ടിട്ട്. ഇങ്ങനെ ആക്കിയിട്ട് എടുത്തേ മതി. അടുത്തായിട്ട് നമുക്ക് അരമണ്ഡലം പഠിക്കാം. അരമണ്ഡലം ഇങ്ങനെ നിൽക്കേ. അയ്യോ മാഷേ, എനിക്ക് അരമണ്ഡലത്തെ സ്ക്രൂ വിട്ട് വെച്ചിരിക്കുവാ, പറ്റത്തില്ല മാഷേ. ആണോ? മാഷേ, വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പഠിപ്പിച്ച് കൊടുത്താൽ മതി. അച്ഛൻ പോയി കിടക്കാൻ നോക്ക്, അച്ഛന് പ്രഷറുള്ള ചെന്നേ അച്ഛൻ. ഇവിടെ നിൽക്കും മനുഷ്യനെ, എനിക്ക് കലാതിലകം മേടിക്കേണ്ടതാ, ഇവിടെ ഇന്ന് കളിക്കാം. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛനെ കൊല്ലു. മാഷേ, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പഠിപ്പിച്ചാൽ മതി. ശിവനാമം അത് പഠിപ്പില്ല ആദ്യമേ. പാട്ടിൻ്റെ മതി. അപ്പം നിങ്ങൾക്ക് ഏതാ പാട്ടാ? ഞങ്ങൾക്ക് ശിവനാമം എന്നാ. ഒരു കാര്യം പറയട്ടെ, രണ്ടുപേർക്ക് ഒരു പാട്ടല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പുറകിലേക്ക് പോയി നിൽക്കൂ, നിങ്ങൾ മുന്നിലേക്ക് വരൂ. അപ്പം ശിവനാമം. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ചെയ്യുന്ന മുദ്രകൾ നോക്കി അതേപോലെ തന്നെ ചെയ്യണം. ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. മനുഷ്യനെ ചുമന് കളിക്ക, കുരങ്ങിന്റെ കുട്ടി കളിക്കാതെ. അത് പഠിച്ചല്ലോ. ഒരു കാര്യം ചെയ്യൂ, പുറകിലേക്ക് പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യൂ. ഇനി നിങ്ങൾ വരൂ. അപ്പം തുടങ്ങാം. 3, 2, 1. ശിവനാമം ശ്രീ പാർവതി. അതെ, അത് മനസ്സിലായല്ലോ. പാടുത്തിടാം. ശിവതം നീ എന്തിനാ ഇങ്ങനെ ഓവറാക്ഷൻ കാണിക്കുന്നത്? ചുമ്മാ കമന്റ് വാരി കൂട്ടല്ലേ നീ. അവിടെ നിൽക്കും. ഈശ്വര, ഇതൊരു ഇണക്കി പോത്തില്ലല്ലോ. അതെ, ഒരു കാര്യം ചെയ്യൂ, നിങ്ങളിപ്പോൾ ഇത്രയും പഠിച്ചില്ലേ, നിങ്ങൾ പുറമോട്ട് നിൽക്കൂ. നിങ്ങൾ വാ. നെക്സ്റ്റ്. ഒരു മിനിറ്റ്, വെളിയിലത്തെ പരസ്യം ഒന്നും പറയാൻ വന്നതല്ല, എൻ്റെ സ്വന്തം ഒരു കാര്യം ഞാൻ അറിയിക്കാൻ വന്നതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ വീട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ കട്ടള, ജനൽപ്പാളികൾ, കതക് എന്നിവ ഞങ്ങളുടെ യൂണിറ്റിൽ, അതായത് ഞങ്ങളുടെ മില്ലിൽ അറത്ത് മാനുഫാക്ചർ ചെയ്ത് ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട്. അതും സാധാരണ രീതിയിലല്ല, നല്ല ക്വാളിറ്റിയുള്ള, നല്ല കാതലുള്ള ആഞ്ഞിലി, ഈട്ടി, പ്ലാവ്, തേക്ക് എന്നീ തടികളെടുത്ത് അറത്ത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. 15 വർഷം വരെ ഞങ്ങൾ വാറണ്ടി നൽകുന്നുണ്ട്. അത് മാത്രമല്ല, ആരെങ്കിലും വീട് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സൈറ്റിൽ വന്ന് അളവെടുത്ത് പ്ലാനോട് കൂടി വീടും വെച്ച് നൽകുന്നതാണ്. എൻ്റെ അരമണ്ഡലം പോയേ. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? അടിപൊളി, ഗംഭീരമായിരുന്നു. ഈ അരമണ്ഡലത്തിന്റെ സ്ക്രൂ ഇളകി കിടക്കുന്ന നീയേ ആ സ്റ്റേജിൽ ചെന്നിട്ട് എന്തോ കാണിക്കാനാ? അത് പറയാനാ ഞാനിങ്ങോട്ട് വന്നത്. നമ്മുടെ മരുമോളെ ശ്രദ്ധിച്ചോ? നമ്മൾ കളിക്കുന്ന അതേ പാട്ടിട്ടാണ് അവളും ഡാൻസ് കളിക്കുന്നത്. അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? അവൾക്ക് എന്നോട് മത്സരബുദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യം, ഷെയറിലേക്ക് കിട്ടിയാലും അവൾക്ക് കിട്ടാൻ പാടില്ല. എൻ്റെ പൊന്നു കുഞ്ഞെ, എടി നിനക്ക് കിട്ടിയാലും അവക്ക് കിട്ടിയാലും അത് ഈ വീട്ടിലോട്ട് തന്നെ അല്ലേ വരാൻ പോകുന്നേ? അല്ല, ഇതിന് എന്തെങ്കിലും ഒരു കുരുട്ടുകുത്തി എനിക്ക് പറഞ്ഞു തന്നേ പറ്റത്തുള്ളൂ. അവൾക്ക് കിട്ടാൻ പാടില്ല. കുരുട്ടുകുത്തി എനിക്ക് വയ്യ, എനിക്കിനി അനുഭവിക്കാൻ വയ്യ. നീ ഒരു കാര്യം ചെയ്, നിൻ്റെ ഒരു അനിയത്തിയുടെ മോനില്ലയോ, അവനെ വിളിച്ചാൽ മതി. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉടായിപ്പ് അവനാ. അവൻ വല്ല കുരുട്ടുകുത്തിയും പറഞ്ഞു തരും. നോക്കിക്കോ, എന്നിട്ട് ഞാൻ പൊട്ടിക്കും. ഞാൻ അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. ഫീസ് അടിച്ച് പോയെന്നാ തോന്നുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്താ വല്ലേ മച്ചി? മോനെ എവിടാ നീയേ? ഞാടാ മില്ലിലാ. അതെ, ഞാൻ വിളിച്ചതേ, ഈ മാസം 15-ാം തീയതിയാ നമ്മുടെ ക്ലബിലെ പരിപാടി. അതിൽ നമ്മുടെ മരുമോളും ഡാൻസ് കളിക്കുന്നുണ്ട്. നല്ല കാര്യം. നല്ല കാര്യമല്ല, അവള് ഡാൻസ് കളിക്കാൻ പാടില്ല. അല്ല, ഇതിനകത്ത് ഇപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ, അവൾ എനിക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. അവൾ കളിക്കാൻ പാടില്ല. അതുകൊണ്ടേ മോൻ്റെ ഒരു ചെറിയ കുരുട്ടുബുദ്ധി എനിക്ക് പറഞ്ഞു തരണം. അത് ശരി. വെറുതെ ഒന്നും വേണ്ട, വല്യച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് മോന് 10,000 രൂപ ഇപ്പോൾ വല്യമ്മച്ചി ഇട്ട് തരും. 15,000 രൂപയോ? 15,000 രൂപ അത്ര ചെറിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ, പ്രത്യേകിച്ച് ജോലിയും കൂലിയില്ലാത്ത നിനക്ക്. അമ്മയെ തട്ടേ കയറ്റാതിരുന്നു കഴിഞ്ഞാൽ
15,000 രൂപ സ്പോട്ട് ഞാൻ തരും. ഇതെന്ത് റിസ്ക് എടുത്തിട്ടായാലും ഞാൻ നടത്തി തരും ചേച്ചി. അമ്മ തട്ടിക്കയറില്ല, എന്നെ വിശ്വസിക്കാം. ആ അങ്ങനെ നല്ല കാര്യം വല്ലതും പറ. 10,000, 15,000, 25,000 രണ്ടും തട്ടിക്കയറില്ല. അപ്പം നമസ്തേ. അപ്പം ഇന്ന് രാത്രിയിലുള്ള പ്രോഗ്രാം. അപ്പം ഇത് നമ്മുടെ ഫൈനൽ റിഹേഴ്സലാണ്. അപ്പം ഇത് കഴിഞ്ഞ് നിങ്ങൾ കോസ്റ്റ്യൂം ഇട്ട് തട്ടേ കയറും. അപ്പം നന്നായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം തുടങ്ങാം. റെഡി, 3, 2, 1. ശിവതം. തുടങ്ങിയ പ്രാക്ടീസൊക്കെ? ആ മക്കളായിരുന്നോ? ആ മോനെ, മക്കളിരിക്കെ. വല്യമ്മ ചേച്ചിട്ട് വെള്ളം എടുക്കാം. അയ്യോ വേണ്ട, വെള്ളമൊന്നും എടുക്കണ്ട. വല്യമ്മച്ചിയുടെ പ്രാക്ടീസ് ചെയ്യും, ഞാൻ എടുത്തോളാം. വേണ്ട മോനെ ഇരിക്കാം. വല്യമ്മ ചേച്ചി വെള്ളം എടുത്തോണ്ട് തരാം. പക്ഷേ ഇച്ചിരി വെള്ളം കലക്കി കൊടുക്കട്ടെ കുഞ്ഞിന് കേട്ടോ. ഇത് എൻ്റെയും കൂടെ വീടല്ലയോ, ഞാൻ കലക്കി എടുക്കാം എല്ലാവർക്കും. വേണ്ട മക്കളെ ഇരിക്കേ. വല്യമ്മ എന്ന് കാണും. എന്റെ വല്യമ്മച്ചി ഞാൻ കലക്കി എടുക്കാവുന്നു. തുടങ്ങാം. അപ്പം 3, 2, 1. ശിവതം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം. പണ്ടൊരു 20,000 രൂപ എൻ്റെ അമ്മയ്ക്ക് ചിട്ടി പൈസ അടയ്ക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ വല്യമ്മച്ചിയുടെ കയ്യിൽ ഇല്ല. ഇപ്പം മരുമോളെ തോപ്പിക്കാൻ വേണ്ടി 10,000 രൂപ എനിക്ക് തരാമെന്ന്. അതൊക്കെ പോട്ടെ, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി 50,000 രൂപ അവിടെ അടുത്ത് ചോദിച്ചപ്പോൾ അവിടെ കയ്യിലും ഇല്ല. പോയി പണിയെടുത്ത് തിന്നടാന്ന്. തീറ്റിക്കാൻ ഞാൻ എല്ലാത്തിനെയും തീറ്റിക്കാം. എല്ലാം തിന്നും. പണ്ട് ചൈന ടൗണിനകത്ത് മോഹൻലാൽ കസറിയനേക്കാളും എല്ലാം എണ്ണം ഇവിടെ കിടന്ന് കസറാൻ പോവുക. പാപഹരം. വല്യമ്മച്ചി ജ്യൂസ്. ചേട്ടാ, അമ്മേ, മാഷേ, അച്ഛാ, ഇതെന്താ ഇവിടെ നടന്നേ? ഡാൻസ് ഡാൻസ്. യോ, അപ്പൊ ഡാൻസ് ഡാൻസ്. ചേട്ടാ, അമ്മേ, അച്ഛാ, മാഷേ, മാഷേ, അമ്മേ. അയ്യോ, എന്താ ഇവിടെ നടന്നേ? ഇവിടെ ഒന്നും പേടിക്കാനില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ യോഗ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാത്തിനും ബോധം വരും. പ്ലാനിങ് സക്സസ്. എല്ലാത്തിനും വല്യമ്മച്ചിക്ക്, മരുമോക്ക് എല്ലാം ക്ഷീണം മാറ്റ. മാഷും കൂടി വല്യമ്മച്ചി